ഇനി നമുക്ക് പറയാനുള്ള ഫോർത്ത് ചാപ്റ്ററിലെ കണ്ടിന്യൂഷൻ തന്നെയാണ്. M2യിലെ ഫോർത്ത് ചാപ്റ്ററിലെ കണ്ടിന്യൂഷൻ, നെറ്റ്വർക്ക് ടോപ്പോളജി. അപ്പോൾ എന്താണ് ഒരു നെറ്റ്വർക്ക് എന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിലെ നെറ്റ്വർക്ക് ടോപ്പോളജികളാണ് നമുക്ക് പറയാനുള്ളത്. അതായത് എ നെറ്റ്വർക്ക് ടോപ്പോളജി ഇൻ എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് റെഫർ ടു ദ ഫിസിക്കൽ ലേഔട്ട് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് കണക്റ്റിംഗ് നോഡ്സ്. അതായത് ഇവിടെ പറയണത് എന്താ വെച്ചാൽ, ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലെ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ അതായത് ഒരു നോഡുകളെ കണക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫിസിക്കൽ ലേഔട്ടിനെയും അതിൻ്റെ അറേഞ്ച്മെൻറ്റിനെയും ആണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു നെറ്റ്വർക്ക് ടോപ്പോളജി പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലെ നെറ്റ്വർക്ക് ടോപ്പോളജി എന്നത് നോഡുകളെ കണക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫിസിക്കൽ ലേഔട്ടിനെയും അതിൻ്റെ അറേഞ്ച്മെൻറ്റിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ കണക്ഷൻ ഓഫ് വൺ നോഡ് ടു അനദർ ഇൻ ദ നെറ്റ്വർക്ക് വിച്ച് ക്യാൻ ബി ഡൺ വേരിയസ് മോഡ്സ്. അതായത് ഈ നെറ്റ്വർക്കിലെ ഒരു നോഡിനെ മറ്റൊന്നിലേക്ക് ആണ് കണക്റ്റ് ചെയ്യുന്നത്. ഇത് വിവിധ മോഡുകളിൽ നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അതാണ് നെറ്റ്വർക്ക് ടോപ്പോളജി. നെറ്റ്വർക്ക് ടോപ്പോളജി വേരിയസ് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് ബസ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി ആൻഡ് ട്രീ ടോപ്പോളജി. അങ്ങനെ നെറ്റ്വർക്ക് ടോപ്പോളജികളെ നമുക്ക് ഇത്രയായിട്ട് തരംതിരിക്കാൻ കഴിയും. ഓക്കെ, ഇത് ഫസ്റ്റ് ടോപ്പോളജിയാണ് ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ബസ് ലൈക്ക് നെറ്റ്വർക്ക് കണക്ഷനെ നമുക്ക് ഈ പിക്ചറിൽ നോക്കാൻ തന്നെ പറയാം. അതായത് ഒരു സെൻറ്ററിലുള്ളത് ബസ്സിൻ്റെ സെൻറ്റർ, അതിൻ്റെ ഓരോ കമ്പ്യൂട്ടറുകളിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് ലൈക്ക് എ സീറ്റ് പോലെ, ബസ്സിൻ്റെ പോലെ. അതായത് ഒരൊറ്റ ലൈനിൽ ചെയ്തിട്ട് ഓരോരോ കമ്പ്യൂട്ടറുകളും അതിനെ കണക്ട് ചെയ്തിട്ട്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ എ സിംഗിൾ കേബിൾ ഈസ് യൂസ്ഡ് ടു ലിങ്ക് ന്യൂമറസ് ഡിവൈസസ് ഇൻ എ ബസ് ടോപ്പോളജി. ഒരു ബസ് ടോപ്പോളജിയിൽ നിരവധി ഡിവൈസസുകളെ ബന്ധിപ്പിക്കാൻ ഒരു സിംഗിൾ കേബിളാണ് ഉപയോഗിക്കുന്നത്. ന്യൂമറസ് ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റൊരു സിംഗിൾ കേബിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾ ഓഫ് ദ കമ്പ്യൂട്ടർ ഓൺ ദ നെറ്റ്വർക്ക് ഗെറ്റ് ഇൻഫോർമേഷൻ when one send a signal up the line but only one accept it, others trash the data. അതായത് നെറ്റ്വർക്കിലൂടെ എല്ലാ കമ്പ്യൂട്ടറുകൾക്കും ഈ ലൈനിലൂടെ തന്നെ സിഗ്നൽ അയക്കുമ്പോൾ വിവരങ്ങൾ ഇൻഫോർമേഷൻ കിട്ടുന്നു. പക്ഷേ ഒരാൾക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ കഴിയുള്ളൂ. മറ്റുള്ള വിവരങ്ങളൊക്കെ മറ്റുള്ളവർക്കൊക്കെ അത് ആ ഡാറ്റ ട്രാഷ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് മാത്രമേ അത് ആ ഇൻഫർമേഷന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ദ കോർ കേബിൾ ആൾസോ റെഫർ ടു ആസ് ദ ബസ് സെർവ് ആസ് ദ നെറ്റ്വർക്ക് സ്പൈൻ. അതായത് ഈ ബസ് എന്നറിയപ്പെടുന്ന ഈ കോർ കേബിൾ ഉണ്ടാവില്ലേ, അത് നെറ്റ്വർക്കിൻ്റെ ബോണായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നെറ്റ്വർക്കിൻ്റെ സ്പൈനായിട്ടാണ് ഈ കോർ കേബിൾ പ്രവർത്തിക്കുന്നത്. ബസ് ടോപ്പോളജി ഹാസ് നോ ഫീച്ചേഴ്സ് ദാറ്റ് ആർ ബൈ ഡയറക്ഷണൽ. അതായത് ഡാറ്റകൾ ബൈ ഡയറക്ഷണലായിട്ട് ഇതിന് സെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ പോയിൻറ്റ് കണക്ഷൻ ആൻഡ് നോൺ റോബസ്റ്റ് ടോപ്പോളജി സിൻസ് ദ ടോപ്പോളജി ക്രാഷസ് ഇഫ് ദ ബാക്ക് ബോൺ ഫെയിൽസ്. അതായത് ഈ ഒരു ബാക്ക് ബോൺ ഇതിൽ നമുക്ക് ഫെയിൽ ആവുകയാണെങ്കിൽ
ഫെയിൽ ആവുകയാണെങ്കിൽ ടോപ്പോളജി അതിൽ ക്രാഷ് ആകും. അപ്പോൾ എന്താണ്, ഇതൊരു മൾട്ടിപ്പിൾ പോയിൻ്റ് കണക്ഷനും പിന്നെന്താണ് ഒരു ഇതിൻ്റെ ഇത് പറഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ പോയിൻ്റ് കണക്ഷനുമാണ് എന്താണ്, പിന്നെ ഇതൊരു ശക്തമല്ല, അതായത് ഇതിന് അത്ര ഉറപ്പുമില്ല. ഓക്കെ, പിന്നെ അതായത് ആ ബാക്ക് ബോൺ ഫെയിലായേക്കാണെങ്കിൽ എന്താണ് ആ കണക്ഷനൊക്കെ എന്തായിരിക്കും, ക്രാഷായി പോകും. അതാണ് പറഞ്ഞത്. കാരണം അതിലാണ് ആ ബാക്ക് ബോണാണ് എന്ന് പറഞ്ഞല്ലോ, ആ കോർ കേബിൾ അത് കണക്ഷൻ പോയാൽ എല്ലാ ഇതും ഡിസ്കണക്റ്റ് ആയിപ്പോവും. ഓക്കെ, ഇൻ ബസ് ടോപ്പോളജി LAN Ethernet connection adhere to the number of MAC protocols including TDMA, Pure Aloha, CDMA, Slotted Aloha. ഈ ബസ് ടോപ്പോളജി LAN Ethernet കണക്ഷനുകളായ TDMA, Pure Aloha, CDMA, Slotted Aloha എന്നിവ ഉൾപ്പെടെ നിരവധി MAC പ്രോട്ടോക്കോളുകളാണ് ഇതിൽ പാലിക്കുന്നത്. ഓക്കെ, അതായത് ബസ് ടോപ്പോളജി LAN ഇൻ്റർനെറ്റ് കണക്ഷനുകൾ TDMA, പ്യുവർ അലോഹ, CDMA, സ്ലോട്ടഡ് അലോഹ എന്നിവ അടങ്ങിയിട്ടുള്ള MAC പ്രോട്ടോക്കോളുകളാണ് ഇവിടെ പാലിക്കുന്നത്. ഓക്കെ, അതിലിങ്ങനെ ആ പിക്ചറുണ്ട് ബസ് ടോപ്പോളജിന് ഒറ്റൊരു സെഗ്മെൻറ്റ് ലൈൻ, എന്നിട്ട് ഓരോരോ ഓരോരോ കമ്പ്യൂട്ടറുകൾ അതായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റാണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ലൈക്ക് സ്റ്റാർ പോലെ, അതായത് സെൻറ്ററിലൊരു നോഡുണ്ടാവും, അതിന് ചുറ്റും വേറെ കമ്പ്യൂട്ടറുകൾ അതായത് ക്ലയൻസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്താണെന്ന് പറയുന്നത് വെച്ചാൽ എ സ്റ്റാർ ടോപ്പോളജി ഈസ് എ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജി ഇൻ വിച്ച് ഓൾ ദ ഡിവൈസസ് ഓർ നോഡ്സ് ആർ physically connected to a central node such as a router, switch or hub. അതായത് സ്റ്റാർ ടോപ്പോളജി എന്നത് ഒരു ടോപ്പോളജിയാണ്, അതായത് ഇൻ വിച്ച് ഓൾ ദ ഡിവൈസസ്, അതായത് അതിൽ എല്ലാ ഉപകരണങ്ങളോ അല്ലെങ്കിൽ നോഡുകളോ റൂട്ടർ, സ്വിച്ച്, ഹബ്ബ് പോലുള്ള സെൻട്രൽ നോഡുകളുമായി ഇതിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതായത് എല്ലാ ഡിവൈസുകളും ഫിസിക്കലായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാകും. അത് എന്തുകൊണ്ടൊക്കെയാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്, റൂട്ടറോ സ്വിച്ചോ ഹബ്ബോ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ദ സെൻട്രൽ നോഡ്, അതായത് സെൻട്രൽ നോഡായ ഹബ്ബോ റൂട്ടർ സ്വിച്ച് പറഞ്ഞാൽ ആക്ട് ആസ് എ സെർവർ, അതിന് സെർവർ എന്ന് പറയുന്നത്. അത് കണക്റ്റിംഗ് നോഡ് ആക്ട് ആസ് എ ക്ലയൻറ്റ്. ഈ കണക്റ്റിംഗ് നോഡുകളെ ക്ലയൻറ്റ് എന്നും നമ്മളെ സെൻട്രൽ നോഡിനെ സെർവർ എന്നും വിളിക്കുന്നു. ഓക്കെ, അതായത് സെൻട്രൽ നോഡുകൾ ഒന്നെങ്കിൽ റൗട്ടർ ആവാം, അല്ലെങ്കിൽ സ്വിച്ചസ് ആവാം, അല്ലെങ്കിൽ ഹബ് ആവാം. അതാണ് എന്ത് സെർവർ എന്ന് പറയുന്നത്. അതിന് ചുറ്റുമുള്ള നോഡ്സുകളാണ് എന്ത് ക്ലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റാണ് റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി എന്നാൽ ഈച്ച് കമ്പ്യൂട്ടർ ഇൻ എ റിംഗ് ടോപ്പോളജി ഈസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ ബിഹൈൻഡ് വിത്ത് ദ ലാസ്റ്റ് വൺ ബീങ് കണക്റ്റഡ് ടു ഫസ്റ്റ്. അതായത് റിംഗ് ടോപ്പോളജിൻ്റെ പിക്ചർ അതാ അവിടെ. അതായത് ഡിവൈസ് 1ഉം ഡിവൈസ് 2 അങ്ങനെ കണക്ട് ചെയ്ത് ആ ലാസ്റ്റ് വൺ എന്തായിരിക്കും, ഡിവൈസ് 1 ആയിട്ട് കണക്ട് ചെയ്ത്. അതായത് എല്ലാ ഡാറ്റകളും ഇതിൽ ഒരു ഡിവൈസിലുള്ള ആ ഡിവൈസ് 1ലുള്ള ഡാറ്റകളൊക്കെ ഈ റിങ്ങിലുള്ള എല്ലാ ഡിവൈസുകളിലും ഉണ്ടാവും. കാരണം ഒരു റിങ് പോലെയാണ്. അതായത് എല്ലാം പരസ്പരം എല്ലാ ക്ലയൻറ്റുകളും എന്തായിരിക്കും, പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഡാറ്റ ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം നോഡ് ടു നോഡ്, അതായത് ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്കാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് വിത്ത് ഈച്ച് നോഡ് ഹാൻഡിലിങ് എ പാക്കറ്റ് അലോങ് ദ റൂട്ട്. കാരണം ഓരോ നോഡിലും ഇതിൻ്റെ ഓരോരോ പാക്കറ്റുകൾ ഉണ്ടാവും.
അതായത് ഡാറ്റകൾ പാസ് ചെയ്യുക ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് പാക്കറ്റുകളായിട്ടാണ് പാസ് ചെയ്യുക. അപ്പോൾ എന്താണ്, ഓരോ നോഡിലും എന്താണ് ഓരോ ആ ഡാറ്റൻ്റെ ഓരോരോ പാക്കറ്റുകൾ ഉണ്ടാവും. Ring topology only allow one channel between any two nodes. Hence, the failure of a single link can cause a ring network to fail. ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ ഡാറ്റ പാസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ഇതിൽ ഒരു സിംഗിൾ ലിങ്കിൽ ഫെയിൽ ചെയ്തേക്കാണെങ്കിൽ റിംഗ് നെറ്റ്വർക്ക് ടു അതെന്തായി ടോട്ടലായിട്ട് എന്തായിരിക്കും, ആ നെറ്റ്വർക്ക് മുഴുവനായിട്ട് ഫെയിൽ ആവും. ഓൺ ദ കേബിൾ സിഗ്നൽസ് ഓൺലി മൂവ് ഇൻ വൺ ഡയറക്ഷൻ. ഈച്ച് കമ്പ്യൂട്ടർ സെൻഡ് ബാക്ക് ടു ദ ഇൻഫോർമേഷൻ ഇസ് ആൻ ആക്ടിംഗ് നെറ്റ്വർക്ക് ഇസ് എ റിംഗ്. Termination is not necessary in this. With a large number of nodes, ring topology require number of repeaters because in order to convey data to the last node in a ring topology with 1000 nodes, the data must first go by 90 nanos. അതായത് ഈ ഓരോ ഡാറ്റകളും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഓരോ റിംഗ് ടോപ്പോളജിയിലും ഓരോരോ ഡാറ്റകൾ ഉണ്ടാവും. അതിൽ അതിൽ ഒരു ഇത് കണക്ഷൻ പോയേക്കാണെങ്കിൽ അത് മൊത്തത്തിലായിട്ട് ഫെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ 1000 നോട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെന്താണ് ഈ 1000 നോട്ട്സിലുള്ള ആ 99 അതായത് ഈ 1000 നോട്ട്സുകളുള്ളതിൽ നമുക്ക് എല്ലാ നോഡുകളും അതിൽ പോകുമെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഡാറ്റകൾ അതായത് പാക്കറ്റുകളായിട്ടാണ് പോവുക. Therefore, the repeater utilized the network to prevent data loss. Data flow unidirectional or flow in only one direction. ഡാറ്റകളൊക്കെ എന്താണ്, ഈ ഡാറ്റകളൊക്കെ എന്താണ് ആ യൂണി ഡയറക്ഷനിൽ അല്ലെങ്കിൽ വൺ ഡയറക്ഷനിലാണ് ഡാറ്റകളൊക്കെ എന്തായി ചെയ്യുന്നത്, അത് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഹലോ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മെഷ് ടോപ്പോളജിയാണ്. മെഷ് ടോപ്പോളജി പറഞ്ഞാൽ മെഷ് ടോപ്പോളജി ഇസ് എ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ വേർ ഡിവൈസസ് ആർ ഇൻ്റർ കണക്റ്റഡ് ഇൻ എ ഡീസെൻട്രലൈസ്ഡ് മാനർ. അതായത് ഡിവൈസസുകൾ കണക്റ്റ് ചെയ്തിരിക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് മാനറിലാണ്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് റിലേയിങ് ഓൺ എ സെൻട്രൽ ഹബ് ഓർ സ്വിച്ച്, ഈച്ച് ഡിവൈസസ് കണക്റ്റഡ് ഡയറക്റ്റ്ലി ടു മൾട്ടിപ്പിൾ അതർ ഡിവൈസസ് ഫോമിങ് എ മെഷ് ലൈക്ക് സ്ട്രക്ചർ. അതായത് ഒരു സെൻട്രൽ ഹബിനെയോ അല്ലെങ്കിൽ ഒരു സ്വിച്ചിനെയോ പരസ്പരം ബന്ധിപ്പിച്ച് കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഓരോ ഉപകരണങ്ങളും ഒന്നിലധികം മറ്റുപകരണങ്ങളായിട്ട് ഒരു മെഷ് പോലെയാണ് ഇത് എന്തായിരിക്കുക, മെഷ് പോലെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, പിന്നെന്താണ്, ഇറ്റ് അലോസ് ദ മൾട്ടിപ്പിൾ പാത്ത് between devices, enhancing redundancy and fault tolerance. ഇതിലെന്താണ്, ഇതിൻ്റെ ഈ ഡിവൈസുകൾക്കിടയിൽ ഒന്നിലധികം പാത്തുകൾ അലോ ചെയ്യുന്നുണ്ട്. ഈ ഒന്നിലധികം പാത്തുകൾ അലോ ചെയ്യുന്നുണ്ട്. ഇതെന്താണ്, റിപ്പീറ്റഡ് ഇത് പറഞ്ഞാൽ ഇതിൻ്റെ റിപ്പീറ്റഡും ആണ്. പിന്നെ എന്താണ് ഇതിൻ്റെ ഇത് പറഞ്ഞാൽ റിഡൻഡൻസിയും ആണ്. എന്താണ് ഇത്, ഫോൾട്ട് ടോളറൻസും കൂടി ആണ്. ഓക്കെ, ഇതിൻ്റെ തെറ്റ് അതിൻ്റെ അങ്ങനെ റിപ്പീറ്റ് ഇതിൻ്റെ റിഡൻഡൻസിക്ക് അനുസരിച്ച് റിപ്പീറ്ററിനനുസരിച്ചിട്ട് അതിൻ്റെ ടോളറൻസും കൂടി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാതും ഒരു ഇതിലായിട്ട് ഇങ്ങനെ എന്തായിരിക്കും, സെൻട്രലൈസ്ഡ് ചെയ്തിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ,
ഫസ്റ്റ് ഇതിൽ കണക്റ്റഡ് ആണ്. അത് അങ്ങനെ ഓരോന്നും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് നിർത്തുന്നുണ്ട്. അതിൽ ഓരോ ഡാറ്റകളും ഓരോ ഇതിലും കണക്ഷനിലും അവൈലബിൾ ആണ്. ഓരോ ക്ലയൻസിലും അതിൽ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രീ ടോപ്പോളജി. ട്രീ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എ ടോപ്പോളജി known as tree topology has tree structure and all of the computer are connected to one another like a branches of a tree. ഒരു ട്രീയിലുള്ള ബ്രാഞ്ചസുകൾക്കനുസരിച്ചിട്ട് കണക്ട് ചെയ്തെടുക്കണം. അതായത് ഒരു ട്രീ ലൈക്ക്, അതിനെയാണ് ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, കമ്പൈനിങ് എ ബസ് ആൻഡ് സ്റ്റാർ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ട്രീ ടോപ്പോളജി റെഫർ ടു ഇൻ എ കമ്പ്യൂട്ടർ. അതായത് സ്റ്റാറും ബസ്സും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഈ ട്രീ ടോപ്പോളജി ഫോം ചെയ്യുന്നത്. ഈച്ച് നോഡ് ഇൻ ദ ആർക്കിടെക്ചർ ലിങ്ക്ഡ് ടു എവരി other നോഡ് ഓൺ എ ലോവർ ലെവൽ ഓഫ് ദ ഹയറാർക്കി 1 to 1. അതായത് ആ ലാസ്റ്റത്തെ ഓരോ നോഡുകളും ഇങ്ങനെ കണക്ട് എടുത്തിട്ട് ആ ലോവർ ലെവൽ കണക്ട് ഹയർ ലെവലിലും എല്ലാം ആയിട്ട് കണക്റ്റഡ് ചെയ്തിരുന്നു. ഓരോ നോഡിലുള്ളത് എവരി അതർ നോഡായിട്ട് എന്തായിരിക്കും കണക്ട് ചെയ്തിരുന്നു. All secondary nodes under its control have point-to-point link to the tertiary node. അതായത് എല്ലാ സെക്കൻഡറി നോഡുകളുടെ അണ്ടറിലും എന്താണ് ഓരോരോ ടെർഷറി നോഡുകൾ. ആൻഡ് ഈച്ച് സെക്കൻഡറി നോഡ് ഹാസ് point-to-point കണക്ഷൻ ടു ദ പാരന്റ്. അങ്ങനെ ഓരോ സെക്കൻഡറി നോഡുകളും എന്താണ് പാരന്റ് നോഡായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം നമ്മൾ ടോപ്പോളജികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതായത് ട്രീ ടോപ്പോളജി എന്താണെന്ന് നോക്കി, മെഷ് ടോപ്പോളജി എന്താണെന്ന് നമ്മൾ നോക്കി. അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കണേ. അതിൻ്റെ പിക്ചർ കിട്ടിയാൽ തന്നെ നമുക്ക് അത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഐഡിയ കിട്ടും. ഓക്കെ, ഓരോ പിക്ചറിലും അതിൻ്റെ കറക്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, റിംഗ് ടോപ്പോളജി ആയാലും പിന്നെന്താണ് സ്റ്റാർ ടോപ്പോളജി, പിന്നെ ബസ് ടോപ്പോളജി. ഓക്കെ, ഓരോന്നിൻ്റെ പിക്ചറൊന്ന് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് അത് കണക്ഷൻ പോസിബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് ഈഥർനെറ്റിനെ കുറിച്ചിട്ടാണ്. ഈഥർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈഥർനെറ്റ് ഇസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ലാൻ ടെക്നോളജി ആൻഡ് ഈസ് ഡിഫൈൻഡ് അണ്ടർ IEEE സ്റ്റാൻഡേർഡ് 802.3. അതായത് ഏറ്റവും മോസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാൻ ടെക്നോളജീനെയാണ് നമ്മൾ ഈഥർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് IEEE 802.3 സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇത് ഉപയോഗിക്കുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്സ് വൈഡ് യൂസബിലിറ്റി ഈസ് ദ ഇൻ്റർനെറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതായത് ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇംപ്ലിമെൻറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ആൻഡ് അലോ ലോ കോസ്റ്റ് നെറ്റ്വർക്ക്. അതായത് ഇത് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കഴിയും. അത് പിന്നെ എന്താണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഈസിയാണ്. പിന്നെ എന്താണ് ലോ കോസ്റ്റ് നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റേഷനാണ് ഇവിടെ നടക്കുന്നത്. ലോ കോസ്റ്റിലുള്ള ഇതാണ്. അതായത് ഇതിൻ്റെ ഇത് ഉപയോഗിക്കണ കൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ലോ കോസ്റ്റിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഈഥർനെറ്റ് ഓഫ് എ ഫ്ലെക്സിബിലിറ്റി ഇൻ ടേംസ് ഓഫ് ടോപ്പോളജി ദാറ്റ് ആർ ഓൾ ഔട്ട്. അതായത് കൂടാതെ തന്നെ എല്ലാ ടോപ്പോളജികളുടെ കാര്യത്തിൽ ഈ ഈഥർനെറ്റിന് ഫ്ലെക്സിബിലിറ്റി നൽകുന്നുണ്ട്. ഓക്കെ,
ഈഥർനെറ്റ് ജനറലി യൂസസ് എ ബസ് ടോപ്പോളജി. ഈഥർനെറ്റ് അധികം യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ബസ് ടോപ്പോളജിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈഥർനെറ്റ് ഓപ്പറേറ്റ് ഇൻ 2 layers ഓഫ് ദ OSI മോഡൽ, ഫിസിക്കൽ ലെയർ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ. ഈ OSI മോഡലിൻ്റെ 2 ലെയറിലാണ് ഈ ഈഥർനെറ്റ് പ്രവർത്തിക്കുന്നത്. ഏതൊക്കെ ലെയറുകളാണ്? ഫിസിക്കൽ ലെയറിലും ഡാറ്റ ലിങ്ക് ലെയറിലും. OSI മോഡലിലുള്ള ഫിസിക്കൽ ലെയറിലും ഡാറ്റ ലിങ്ക് ലെയറിലുമാണ് ഈ ഈഥർനെറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റാണ് NIC, അതായത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ആണെങ്കിൽ ഒരു നെറ്റ്വർക്ക് അഡാപ്റ്ററിനെയാണ്, ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് അഡാപ്റ്ററിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. ദ NIC സ്റ്റാൻഡേർഡ് ഈസ് സപ്പോർട്ടഡ് ബൈ ദോസ് അഡാപ്റ്റേഴ്സ് വിച്ച് അലോ ഫോർ കേബിൾ ബേസ്ഡ് ഹൈ സ്പീഡ് നെറ്റ്വർക്ക് കണക്ഷൻസ്. അതായത് കേബിൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഹൈ സ്പീഡ് നെറ്റ്വർക്ക് കണക്ഷനുകളാണ് അനുവദിക്കുന്ന അഡാപ്റ്ററുകളിനെ NIC എന്ത് ചെയ്യുന്നുണ്ട്? NIC അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ NIC ആർ ആൾസോ റെഫേർഡ് ടു ആസ് എ ഈഥർനെറ്റ് കാർഡ്. NICകളെ ഈഥർനെറ്റ് കാർഡായിട്ടും നമുക്ക് റെഫർ ചെയ്യാം. ഈഥർനെറ്റ് കാർഡുകളായിട്ടും അത് റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈഥർനെറ്റ് പോർട്ട്. ഈഥർനെറ്റ് പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈഥർനെറ്റ് പോർട്ട് ആൾസോ കാർഡ് ജാക്ക് ഓർ സോക്കറ്റ്, ഒന്നെങ്കിൽ സോക്കറ്റ് അല്ലെങ്കിൽ ജാക്ക് എന്ന് വിളിക്കുന്നുണ്ട് ഈ ഒരു ഈഥർനെറ്റ് പോർട്ടിന്. ഇത് പറഞ്ഞാൽ ഇസ് എൻ ഓപ്പണിംഗ് ഓൺ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ് ദാറ്റ് ഈഥർനെറ്റ് കേബിൾസ് പ്ലഗ് ഇൻ ടു. അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സിലെ ഒരു ഓപ്പണിംഗ് ആണ്. അതിൽ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഈഥർനെറ്റ് പറഞ്ഞത്. ഇതിലെന്താണ്? ഈഥർനെറ്റ് കേബിളുകൾ ഇതിൽ പ്ലഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈഥർനെറ്റ് കേബിളുകൾ ഇതിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താ ഇവിടെ പറയണത്? ഇതിൻ്റെ പർപ്പസ് എന്നാൽ ഈസ് ടു കണക്ട് വയേർഡ് നെറ്റ്വർക്ക് ഹാർഡ്വെയർ ഇൻ ഈഥർനെറ്റ് ലാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഓർ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരു ഈ വയേർഡ് നെറ്റ്വർക്ക് ഹാർഡ്വെയറുകൾ, നെറ്റ്വർക്ക് ഹാർഡ്വെയറുകളും ഒരു ഈഥർനെറ്റ് ലാനിൽ മാനിലോ അല്ലെങ്കിൽ എന്താണ് വാനിലോ പിന്നെന്താണ് ലാനിലോ മാനിലോ വാനിലോ ആയിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഹാർഡ്വെയറുകൾ ഒരു ലാനിലോ മാനിലോ വാനിലോ കണക്ട് ചെയ്യുക എന്നാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് FDDI ആണ്, ഫൈബർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ ഇൻ്റർഫേസ്. അതിന് FDDI പറഞ്ഞിട്ടാണെങ്കിൽ FDDI ഈസ് എ ഹൈ സ്പീഡ് നെറ്റ്വർക്ക് ടെക്നോളജി യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ എമംഗ് കമ്പ്യൂട്ടേഴ്സ്, റൗട്ടേഴ്സ്, സ്വിച്ചസ് ആൻഡ് അതർ നെറ്റ്വർക്ക് ഡിവൈസസ്. അതായത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും വേണ്ടി ഒന്നെങ്കിൽ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ റൗട്ടറിലേക്കോ സ്വിച്ചിലേക്കോ അല്ലെങ്കിൽ വേറെ നെറ്റ്വർക്ക് ഡിവൈസുകളിലേക്കൊക്കെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇതിൽ FDDI യൂസ് ചെയ്യുക. ഇറ്റ് ഓപ്പറേറ്റ് ഓവർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആൻഡ് സപ്പോർട്ട് ഡാറ്റ റേറ്റ്സ് അപ് ടു 100 MB/s. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ റേറ്റ് എന്ന് പറഞ്ഞാൽ 100 MB/s ആണ്. ഓക്കെ, ഈ FDDIയിൽ ഡുവൽ റിംഗ് ടോപ്പോളജിയാണ്. എന്തിനു വേണ്ടിയിട്ട്? റിഡൻഡൻസിക്കും ഫാൾട്ട് ടോളറൻസിനും എൻഷുർ ചെയ്യാനും വേണ്ടി ഇതിൽ ഡുവൽ റിംഗ് ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത്. FDDI ഡെവലപ്ഡ് ചെയ്തത് 1980s. അതായത് അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത്
ഡെവലപ്ഡ് ചെയ്തിരിക്കുന്നത്. ഇത് എന്താണ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റിൽ ഹൈ പെർഫോമൻസിനും വേണ്ടിയിട്ട് സ്യൂട്ടബിളായിട്ടാണ് അവർ ഡെവലപ്ഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. It was a specialized design to meet the demand of critical applications such as real-time processing, multimedia and large-scale data. അതായത് റിയൽ ടൈം പ്രോസസ്സിങ്ങിലോ അല്ലെങ്കിൽ മൾട്ടിമീഡിയയിലോ ലാർജ് സ്കെയിൽ ഡാറ്റ ട്രാൻസ്ഫറിലോ ഒക്കെയാണ് ഇത് ഒക്കെ യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് സ്പെഷ്യലൈസായിട്ട് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ATM. ATM എന്ന് പറഞ്ഞാൽ എന്താണ്? അസിൻക്രണസ് ട്രാൻസ്ഫർ മോഡ്. അതാണ് ATMൻ്റെ ഫുള്ള്. ദ സിംപ്ലിഫൈഡ് പാക്കറ്റ് ട്രാൻസ്പോർട്ട് ഇൻ്റർഫേസ്. അതായത് സിംപ്ലിഫൈഡ് പാക്കറ്റ് ട്രാൻസ്പോർട്ട് ഇൻ്റർഫേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ATM എന്ന് വിളിക്കുന്നത്. ATM is a network that connection oriented ATM communicate data using packet of a fixed size. ATM cells are the name given these packets. അതായത് നെറ്റ്വർക്ക് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഇത് പാക്കറ്റുകളായിട്ടാണ് ഡാറ്റകളെ കമ്മ്യൂണിക്കേറ്റഡ് ചെയ്യുന്നത്. ഓക്കെ. ATM offers both real-time and non-real-time service and is used to move data efficiently through a high-speed data network. അതായത് ഡാറ്റ ഹൈ സ്പീഡിലും എഫിഷ്യൻസിയിലും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടിയിട്ട് റിയൽ ടൈമിലും നോൺ റിയൽ ടൈമിലും യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇറ്റ് ബെനിഫിറ്റ് ഫ്രം ഇൻക്രീസ്ഡ് റിലയബിലിറ്റി. അതിൻ്റെ റിലയബിലിറ്റിയിൽ ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. Okay, as part of the development of ISDN, ATM was created. However, it is now utilized in non-ISDN system with very high data rates. അതായത് ഈ ISDN ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ATM ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോൺ ISDN സിസ്റ്റത്തിലും ഹൈ ഡാറ്റ റേറ്റ്സിലായിട്ട് ATM യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ATM പ്രോട്ടോക്കോൾ ആർക്കിടെക്ചറാണ് നമ്മൾ പറയുന്നത്. ATM പ്രോട്ടോക്കോൾ 3 ലെയർ ഉണ്ട്. ഫിസിക്കൽ ലെയർ, ATM ലെയർ, പിന്നെന്താണ് ATM അഡാപ്റ്റേഷൻ ലെയർ. ഓക്കെ. അതിൽ ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ദ പ്രോട്ടോകോൾ ഫിസിക്കൽ ലെയർ ട്രാൻസ്മിഷൻ മീഡിയ സിഗ്നൽസ് എൻകോഡിംഗ് അൽഗോരിതം ആർ സ്പെസിഫൈഡ്. ഇവിടെ ഈ ഫിസിക്കൽ ലെയർ പ്രോട്ടോക്കോളിൽ ഇതാണ് ട്രാൻസ്മിഷൻ മീഡിയ സിഗ്നൽ എൻകോഡിംഗ് അൽഗോരിതം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഈ ഫിസിക്കൽ ലെയറിലാണ് കേട്ടോ സിഗ്നൽ എൻകോഡിംഗ് അൽഗോരിതം സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ അതിൽ ATM ലെയർ ഉണ്ട്. ATM ലെയർ എന്ന് പറഞ്ഞാൽ ഓൾ സർവീസസ് ദാറ്റ് ഓഫേഴ്സ് ദ എബിലിറ്റി ടു ട്രാൻസ്ഫർ പാക്കറ്റ് ഷെയർ ദിസ് ലെയർ. അതായത് പാക്കറ്റുകളായിട്ട് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാനാണ് ATM ലെയറിൽ യൂസ് ചെയ്യുന്നത്. ദിസ് ലെയർ ആർ സ്പെസിഫൈ the use of logical connection as well as the transmission of data in fixed size cells. Okay. ഇവിടെ എന്താണ് ഈ ATM ലെയറിൽ പറഞ്ഞാൽ എന്താണെന്നാൽ എല്ലാ സർവീസിലും പാക്കറ്റുകളായിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുന്നത്. ഈ ലെയറുകൾ ലോജിക്കൽ കണക്ഷൻ, അതായത് ഒരു ഫിക്സഡ് സൈസ് ഓഫ് സെല്ലിലെ ആ ട്രാൻസ്മിഷൻ ഡാറ്റകളാണ് പാസ് ചെയ്യപ്പെടുന്നത്. അതിൽ ലോജിക്കൽ കണക്ഷൻ സ്പെസിഫൈ ചെയ്യുകയാണ് ഈ ATM ലെയറിൽ സംഭവിക്കുന്നത്. ഇനി അടുത്ത ലെയറാണ് ATM അഡാപ്റ്റേഷൻ ലെയർ. ദിസ് ലെയർ ഈസ് reliant on service. It is employed to support information transmission protocol that are not ATM based.
അതായത് ഇത് ഇൻഫോർമേഷന് പാസ് ചെയ്യുക, അതായത് ATM ബേസ്ഡ് അല്ലാത്ത കേസുകളിൽ ട്രാൻസ്മിഷൻ ഇതിൽ ഇൻഫോർമേഷൻ ട്രാൻസ്മിഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ് ഇതിന്. ദ ATM അഡാപ്റ്റേഷൻ ലെയർ മാപ്പ് ദ ഇൻഫോർമേഷൻ ഫ്രം ദ ഹയർ ലെയർ ഓൺ ദ ATM സെൽ വിച്ച് ഈസ് ദെൻ സെൻഡ് അക്രോസ് ദ ATM. ഈ ATM അഡാപ്റ്റേഷൻ ലെയറാണ് എന്ത് ATM സെല്ലിലെ ഹയർ ലെയർ ആയിട്ടുള്ളത്. അത് എന്തിനാണ് ATM നെറ്റ്വർക്കിൽ അക്രോസ് ആയിട്ട് എന്താണ് ഡാറ്റകൾ സെൻഡ് ചെയ്യും. ഓക്കെ, പിന്നെന്താ ഈ ATM ആർക്കിടെക്ചറിൽ 3 പ്ലെയിൻസുകളുണ്ട്. ഓക്കെ, അതാണ് യൂസർ പ്ലെയിൻ, കൺട്രോൾ പ്ലെയിൻ, മാനേജ്മെൻറ്റ് പ്ലെയിൻ. അതിൽ ആ പിക്ചർ ഒന്ന് നോക്കി വെക്കണം കേട്ടോ, ആ ATM ലെയറിലുള്ളത്. അങ്ങനെ കൺട്രോൾ പ്ലെയിൻ എന്താ, യൂസർ പ്ലെയിൻ എന്താ ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അതിൽ യൂസർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എംപ്ലോയിഡ് ഫോർ കൺവേയിങ് യൂസർ ഡാറ്റ ആൻഡ് റിലേറ്റഡ് കൺട്രോൾ സച്ച് ആസ് ഇറർ കൺട്രോൾ, ഫ്ലോ കൺട്രോൾ. അതായത് യൂസർ ഡാറ്റ റിലേഷനിൽ കൺട്രോൾ ചെയ്യുക, അതായത് ഇറർ കൺട്രോളും ഫ്ലോ കൺട്രോളും ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസർ പ്ലെയിൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ് കൺട്രോൾ പ്ലെയിൻ. ദ കാൾ കൺട്രോൾ ആൻഡ് കണക്ഷൻ കൺട്രോൾ ഓപ്പറേഷൻ ആർ സപ്പോർട്ടഡ്. അതായത് കാൾ കൺട്രോളും കണക്ഷൻ കൺട്രോളും എന്താണ് ഈ കൺട്രോൾ പ്ലെയിനിൽ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതിൽ മാനേജ്മെൻറ്റ് പ്ലെയിൻ. മാനേജ്മെൻറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കോംപ്രൈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ പ്ലെയിൻ. അതായത് പ്ലെയിനിൻ്റെ മാനേജ്മെൻറ്റും ഇതാക്കാനും വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് പ്ലെയിൻ യൂസ് ചെയ്യുന്നത്. ദ മാനേജ്മെൻറ്റ് പ്ലെയിൻ ക്യാരിഡ് ഔട്ട് സിസ്റ്റം റിലേറ്റഡ് മാനേജ്മെൻറ്റ് ടാസ്ക്. അതായത് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ടാസ്കുകളാണ് ഈ മാനേജ്മെൻറ്റ് പ്ലെയിനിൽ എടുക്കുന്നത്. ദേ കൺസിസ്റ്റ് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഓൾ പ്ലെയിൻസ് ഈസ് പ്രൊവൈഡഡ്. അതായത് എല്ലാ പ്ലെയിൻസിൻ്റെയും കോർഡിനേഷന് കൺസിസ്റ്റ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് പ്ലെയിനാണ്. മാനേജ്മെൻറ്റ് ഓഫ് ലെയേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ റിസോഴ്സസ് ആൻഡ് പാരാമീറ്റർ കണ്ടെയ്ൻ വിത്തിൻ ദ എൻറ്റിറ്റി ഇൻസ് ദ പ്രോട്ടോക്കോൾ. ഈ പ്രോട്ടോക്കോൾ എന്താണ് മാനേജ്മെൻറ്റ് ലെയറും മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസും, അതായത് റിസോഴ്സസ് ആൻഡ് പാരാമീറ്റർ കണ്ടെയ്ൻഡ് വിത്തിൻ ദ പ്രോട്ടോക്കോൾ. ഈ പ്രോട്ടോക്കോളിൽ മാനേജ്മെൻറ്റിൻ്റെ ലെയേഴ്സിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ റിസോഴ്സസും അതിൻ്റെ പാരാമീറ്ററൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ പിക്ചറൊന്ന് നോക്കണം കേട്ടോ. അതിൽ ആ പ്ലെയിൻ മാനേജ്മെൻറ്റും ലെയർ മാനേജ്മെൻറ്റൊക്കെ പറയേണ്ടത് ATM അഡാപ്റ്റേഷൻ ലെയറാണ്, ATM ലെയറാണ് ഫിസിക്കൽ ലെയർ. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് ഈ 4th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.